നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അഭിമുഖവും അതിലെ വെളിപ്പെടുത്തലും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിന് പിന്നാലെ അതിലെ വെളിപ്പെടുത്തലുകളെ സംബന്ധിച്ചുള്ള ചർച്ചകളും നടന്നു. കോൺഗ്രസ് സഹയാത്രിക MA ഷഹനാസ് ആയിരുന്നു ആദ്യം തന്നെ രംഗത്തെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിയാണെന്ന് പണ്ടേ അറിയാം. കോൺഗ്രസിനകത്ത് ഒരു കമ്മിറ്റി വെച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. ഓരോ സ്ത്രീയെയും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് ഇയാൾക്കറിയാം. രാഹുലിനെ ആദ്യമേ മനസ്സിലാക്കിയത് കൊണ്ട് നിർത്തേണ്ടിടത്ത് നിർത്തിയെന്നും ഷഹനാസ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പിന്നാലെ ഷഹനാസിനെതിരെ രാഹുൽ അനുകൂലികളും ആഞ്ഞടിച്ചു. ഇപ്പോൾ ഈ തർക്കം നിയമ പോരാട്ടത്തിലേക്ക് കൂടി കടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണെന്നും സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൽ വിദഗ്ധനാണെന്നും ഷഹനാസ് ആരോപിച്ചപ്പോൾ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഷഹനാസിനെതിരെ DGPക്ക് പരാതി നൽകിയതായും രാഹുലിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. ഇന്ന് തന്നെ വക്കീൽ നോട്ടീസ് അയക്കും. മാനനഷ്ടത്തിന് കോടതി മുഖേന നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി. കർഷക സമരത്തിന്റെ ഭാഗമായി ക്ഷണിച്ചെന്നത് വസ്തുതാവിരുദ്ധമാണ്. സാരി ഉടുത്തതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും അടിസ്ഥാനരഹിതം. ഷഹനാസിനെതിരെ കേസെടുക്കണം. ഗൂഢാലോചന നടന്നോ എന്ന് അന്വേഷിക്കണമെന്നും രാഹുൽ പരാതിയിൽ ആവശ്യപ്പെട്ടു. രാഹുൽ DGPക്ക് നൽകിയ പരാതിയിലെ ആവശ്യങ്ങൾ ഇവയാണ്. 1. ഷഹനാസിനെതിരെ കേസെടുക്കണം. ഷഹനാസിന്റെ ആരോപണങ്ങളിലെ ഗൂഢാലോചന അന്വേഷിക്കണം. ഗൂഢാലോചന നടത്തിയ മറ്റുള്ളവർക്കെതിരെ കേസെടുക്കണം. ഷഹനാസുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ കണ്ടുകെട്ടണം. കൂടുതൽ അപകീർത്തികരമായ പരാമർശങ്ങൾ വരുന്നത് തടയണം എന്നിവയാണ് രാഹുലിന്റെ പരാതിയിലെ ആവശ്യങ്ങൾ. കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുലിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഷഹനാസ് പ്രതികരിച്ചത്. രാഹുലും താനുമായും ഒരു സൗഹൃദവും ഇല്ലെന്നും തമ്മിൽ ഒരു സെൽഫി പോലും എടുത്തിട്ടില്ലെന്നും MA ഷഹനാസ് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഷഹനാസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനടക്കം തന്നെ ക്ഷണിച്ചിരുന്നുവെന്ന രാഹുലിന്റെ പരാമർശം കള്ളമാണെന്നും അവർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോഴിയെ തിരിച്ചറിയാൻ ഒരു സ്ത്രീക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് കാണണമെന്ന് പറഞ്ഞ് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താൻ അവൻ നിരന്തരം എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ഷഹനാസ് തുറന്നടിച്ചു. രാഹുൽ മാങ്കൂട്ടം ഒരു കോഴിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. രാഹുൽ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും തനിക്കില്ല. രാഹുലിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം തനിക്കുണ്ടെന്നും പരസ്യ സംവാദത്തിന് വെല്ലുവിളിയാണെന്നും അവർ പറഞ്ഞു. രാഹുലിന് എൻ്റെ മുന്നിലിരിക്കാൻ ധൈര്യമുണ്ടോ? രാഹുലിന്റെ വീട്ടിൽ വന്ന് ഞാൻ സംസാരിക്കാൻ തയ്യാറാണെന്നും ഷഹനാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. രാഹുലിനെതിരെ ആദ്യ പരാതി വന്നപ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനും നിയമ നടപടിയെ ഭയക്കണമെന്നാണ് ചോദിച്ചത്. രാഹുൽ മാങ്കൂട്ടം എന്ന കോഴിയെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയിട്ടുള്ള വ്യക്തിയാണ് താനെന്നും എൻ്റെ ഫോൺ വെച്ച് ഏത് പരിശോധനകൾക്കും തയ്യാറാണെന്നും ഷഹനാസ് പറഞ്ഞു. രാഹുലിന് ധൈര്യമുണ്ടോ ഫോൺ കാണിക്കാൻ? നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് രാഹുൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കോഴിത്തരം എന്നോട് കാണിച്ചിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിടട്ടെ. എൻ്റെ സോഷ്യൽ മീഡിയ സ്റ്റോറികൾക്ക് രാഹുൽ അയച്ച മറുപടികൾ ഇൻബോക്സിൽ കാണാമെന്നും ഷഹനാസ് വെല്ലുവിളിച്ചു. താൻ സാരി എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ട ഫോട്ടോയ്ക്ക് രാഹുൽ മോശം മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും ഷഹനാസ് പറഞ്ഞു. അതിന് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫോൺ വർഷങ്ങളായി ഉപയോഗിക്കുന്നതാണ്. പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തയ്യാറുമാണ്. രാഹുൽ എന്ന കോഴി സുഹൃത്താണെന്ന് പറയുന്നത് എനിക്ക് നാണക്കേടുണ്ട്. എൻ്റെ സുഹൃത്തല്ല രാഹുൽ പറയുന്നത് കള്ളം മാത്രമാണ്, ഷഹനാസ് പറഞ്ഞു. ഞാൻ ഇപ്പോഴും പാർട്ടിയുടെ ഭാഗമാണ്. തന്നോട് ഇപ്പോഴും ഒരു മുതിർന്ന നേതാവും വിശദീകരണം ചോദിച്ചിട്ടില്ല. കുടുംബത്തിലെ ഒരാൾ തെറ്റ് ചെയ്താലും താൻ ഇരയ്ക്കൊപ്പമാകും നിലയുറപ്പിക്കുക. തുറന്ന പറച്ചിലുകൾ ഒരു അജണ്ടയുടെയും ഭാഗമല്ലെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. രാഹുലിന്റെ സ്വഭാവത്തെക്കുറിച്ച് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും ധാരണയുണ്ടെന്നും ഷാഫി പറമ്പലിനോട് താൻ ഇക്കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നതായും അവർ അവകാശപ്പെടുന്നു. എന്നാൽ ആരോപണങ്ങൾ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ തകർക്കാൻ എതിരാളികൾ പടച്ചുവിട്ടതാണെന്നാണ് രാഹുൽ പക്ഷത്തിന്റെ നിലപാട്.